ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അതുപോലെ തന്നെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്നതുമായ ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റും കൂടി ചാർജ് ചെയ്യണം. ഓണേഴ്സിനൊരു കോസ്റ്റ് ഉണ്ട്, അത് ഫ്രീ അല്ല. ഈ ഒരു ക്യാപിറ്റൽ അവർ വേറൊരു ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ ബാങ്കിലോ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ അവർക്ക് ഇതിനൊരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. പക്ഷേ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും നോക്കുന്നില്ല, ഇതിനൊരു കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു പ്രാക്ടീസായി എടുക്കണം, ഒരു ബെസ്റ്റ് ഫൈനാൻഷ്യൽ പ്രാക്ടീസായി എടുക്കണം. നമ്മൾ ഇതിന് ചാർജ് ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേറൊരു സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ നമുക്കൊരു റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് പല ഷെയർ ആയിരിക്കും, ഇവർക്കൊക്കെ ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് തന്നെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യിക്കാനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ട്രൂ ഫെയർ വ്യൂ കിട്ടും. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചിന്തിക്കും എത്ര ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുക, എത്രത്തോളം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ റേറ്റ് എങ്ങനെ കണക്കാക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മുടെ മാർക്കറ്റ് റേറ്റിനേക്കാളും ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയോ ആയിരിക്കും നല്ലതായിരിക്കും. എന്തായാലും അറ്റ്ലീസ്റ്റ് നമ്മുടെ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അറ്റ്ലീസ്റ്റ് ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിലും നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് പ്രൊവൈഡ് ചെയ്യണം.